പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് രീതി സംബന്ധിച്ച് 1995 കേരള പഞ്ചായത്ത് രാജ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ അംഗങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ വായിക്കുകയാണ്. ഇതാണ് ചട്ടം 8. 9, 10 വോട്ട് ചെയ്യേണ്ട രീതികളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. മലപ്പുറം ജില്ലാ ഉദ്ദേശിച്ചത് പേര് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മെമ്പറെ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ശ്രീ ജബ്ബാർ ഹാജി തിരഞ്ഞെടുക്കപ്പെട്ടതായി പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PA ജബ്ബാർ ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാവിധ അഭിനന്ദനങ്ങളും. തീർച്ചയായും മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാവിധ സഹായവും ജില്ലാ പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഞാൻ വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു.
ആ വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയാണ്. ആദ്യമായി ഈ എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുക. ആദരണീയനായ ഇ.ടി. മുഹമ്മദ് ബഷീർ MP അവരുകളെ അനുമോദന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ കലക്ടർ, മറ്റിവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നതിന് ജനങ്ങൾ തന്നെ നൽകിയ ഒരു പാരിതോഷികമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെലക്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിന് വളരെ പ്രഗത്ഭനായ എൻ്റെ നാട്ടുകാരൻ കൂടിയായ ജബ്ബാർ ഹാജി ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നതും വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വായിച്ച രേഖ പോലെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നീതിബോധത്തോടുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഭംഗിയായി നിർവഹിക്കുവാൻ പുതിയ ഭരണസമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് ജബ്ബാർ ഹാജിക്കും എല്ലാവിധ കഴിവുകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.